എഡ്ജ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 22-ാം തീയതി നടത്തിയ ഷിഫ്റ്റ് 1-ലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ വീഡിയോയോട് കൂടി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് പോകും. ഇതിനു മുമ്പത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹയർ എഡ്യൂക്കേഷനിലെ റീഡിംഗ് കോംപ്രഹെൻഷനിലെയും ക്വസ്റ്റ്യൻസ് ആണ്. First question, arrange the following open universities according to their year of establishment in chronological order. അത് ഓൾഡർ തൊട്ട് ന്യൂ വരെ. അതായത് താഴെ കുറച്ച് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സ്ഥാപിച്ചതനുസരിച്ച് അതിൻ്റെ ഓർഡറിൽ, അതായത് അത് സ്ഥാപിച്ചത് തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്ഥാപിച്ചവർ ആ ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. യശ്വന്ത് റാവോ ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, UP രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കോട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി, മധ്യപ്രദേശ് ബോജി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് കോട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യം വരുന്നു, അതിനുശേഷം യശ്വന്ത് റാവോ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതിനുശേഷം മധ്യപ്രദേശ് ബോജി ഓപ്പൺ യൂണിവേഴ്സിറ്റി, പിന്നെ കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, ലാസ്റ്റ് UP രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി. യശ്വന്ത്റാവ് ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി YCMOU എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. എസ്റ്റാബ്ലിഷ് ചെയ്ത 1989 ജൂലൈ 1-നാണ്. നാസിക്കിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മുടെ കൺട്രിയിലെ 5ാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണിത്. കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1996 ജൂലൈയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1999-ലാണ്. വർത്തമാൻ മഹാവീർ ഓപ്പൺ യൂണിവേഴ്സിറ്റി മുമ്പ് കോട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1987 സ്ഥാപിതമായ ഇന്ത്യയിലെ രാജസ്ഥാനിലെ കോട്ടയിൽ സ്ഥാപിതമായ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണിത്. മധ്യപ്രദേശ് ഫോജ് ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഫോജ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഭോപ്പാലുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത 1991-ലാണ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ഉത്തർപ്രദേശ് രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. രാജർഷി പുരുഷോത്തം ദാസ് ടണ്ടിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1999-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1-ൽ മൂക്കിൻ്റെ ക്വാഡ്രൻസ്, ലിസ്റ്റ് 2-ൽ അതിൻ്റെ കമ്പോണൻസും ആണ് തന്നിരിക്കുന്നത്. ക്വാഡ്രൻ 1, 2, 3, 4. അതുപോലെ തന്നെ ഈ ട്യൂട്ടോറിയൽ, ഈ കണ്ടന്റ്, വെബ് റിസോഴ്സ്, സെൽഫ് അസസ്മെൻറ്റ്. ക്വാഡ്രൻ 1-ൽ വരുന്നത് ഏതാണ്? ഈ ട്യൂട്ടോറിയൽ. 2-ൽ വരുന്നത് ഈ കണ്ടന്റ്, 3-ൽ വരുന്നത് വെബ് റിസോഴ്സസ്, 4-ൽ വരുന്നത് സെൽഫ് അസസ്മെൻറ്റ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. Next question, where did nuns and monks meditate, debate and discuss with the learners for their quest for knowledge? അതായത് മോങ്സും നൺസും ഒക്കെ അവരുടെ നോളഡ്ജ് അക്വയർ ചെയ്യാനായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന, ഡിസ്കഷൻ നടത്തുന്നതൊക്കെ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോണസ്ട്രി, ബസാഡീസ്, ചർച്ചസ്, ഗഡികാസ. ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 1 ആണ്, മോണസ്ട്രിയിലാണ്. അത് വിഹാരങ്ങളിലായിരുന്നു നൺസും മോങ്സും ഒക്കെ നോളഡ്ജ് അക്വയർ ചെയ്തുകൊണ്ടിരുന്നത്. ഗഡിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ചർച്ച് എന്ന് പറഞ്ഞത് പ്രയർ ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കരുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് തീം ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അക്കോർഡിംഗ് ടു ദെയർ ഗോൾ നമ്പർ ഇൻ ഇൻക്രീസിങ് ഓർഡർ. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഗോൾസ് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ജെൻഡർ ഇക്വാളിറ്റി, സീറോ ഹങ്കർ, പീസ് ആൻഡ് ജസ്റ്റിസ്, ക്ലൈമറ്റ് ആക്ഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നിവയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് സീറോ ഹങ്കർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, ക്ലൈമറ്റ് ആക്ഷൻ, പീസ് ആൻഡ് ജസ്റ്റിസ്. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് നമുക്കുള്ളത്. എൻഡ് ടു പോവർട്ടി, എൻഡ് ടു ഹങ്കർ, എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അച്ചീവ് ജെൻഡർ ഇക്വാളിറ്റി, reduce inequality within and among countries, ensure healthy lives and promote well-being. അതിനുശേഷം വരുന്ന വാട്ടർ, സാനിറ്റേഷൻ. പിന്നീട് വരുന്ന എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതിനുശേഷം വരുന്ന ഡീസൻറ്റ് വർക്ക് എന്നുള്ളതാണ്. അതിനുശേഷം ഇൻഡസ്ട്രിയലൈസേഷൻ, ഫോസ്റ്റർ ഇന്നോവേഷൻ. പിന്നീട് വരുന്ന സേഫ്, റെസിലൻറ്റ്, സസ്റ്റൈനബിൾ സിറ്റീസ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും. അതിനുശേഷം വരുന്ന സസ്റ്റൈനബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺ. അതിനുശേഷം വരുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്,
ദെൻ വരുന്നത് ഓഷ്യൻസിൻ്റെ സസ്റ്റൈനബിലിറ്റി. അതിനുശേഷം വരുന്ന എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സസ്റ്റൈനബിലിറ്റി. അതിനുശേഷം വരുന്നതാണ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ്. ലാസ്റ്റ് വരുന്നതാണ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പാർട്സ് ഓഫ് ആയുഷ് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ? ആയുഷ് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിദ്ധ, റിപ്പ, യോഗശാസ്ത്ര, ഹോമിയോപ്പതി, സഞ്ജീവനി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് സിദ്ധ, സോവ, ഹോമിയോപ്പതി എന്നിവയാണ് വരുന്നത്. സോ നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലെ 5 ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് കോംപ്രഹെൻഷനാണ്. നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. Read the following passage and answer the questions. After being constituted into a separate state, Jharkhand has been consistently making progress in field of including culture. Its effort to create awareness among the people about the state's built heritage by organizing archaeological workshops have been particularly helpful. There are also initiatives taken to organize state-level festivals to promote the arts and crafts of the local people. With its natural endowments, also the state has become a favorite destination for visitors from all over the country and abroad. Places like Baba Badrinath Temple, Suraj Kund, Maithon Dam, Nuri Masjid are some such places which witness large number of visitors. The state government is particularly committed to enrich the bamboo and wood crafts of the state along with the tribal paintings and the stone carving activities. In the field of education, Ranchi, once constituted to be a hub of quality education, is regaining its reputation. In the field of sports too, the state has earned national recognition. This is especially so in the case of games like hockey, archery and cricket at both the national and international levels. നമ്മളിവിടെ ജാർഖണ്ഡ് സ്റ്റേറ്റിനെ പറ്റി ഉള്ള ഒരു പാസേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ജാർഖണ്ഡിനെ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കിയതിന് ശേഷം കൾച്ചറിൻ്റെ ഒക്കെ ഫീൽഡിൽ, അത് എല്ലാ ഫീൽഡിലായാലും ഭയങ്കര ഒരു പ്രോഗ്രസ് ആണ് ആ ഒരു സ്റ്റേറ്റിൽ ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ ആർക്കിയോളജിക്കൽ വർക്ക്ഷോപ്പൊക്കെ നടത്തിയിട്ട് ആ ഒരു സ്റ്റേറ്റിൻ്റെ ആ ഒരു ഹെറിറ്റേജിനെ പറ്റിയൊക്കെ അവിടുത്തെ ജനങ്ങളുടെ ഭയങ്കരമായിട്ട് അവയർനെസ് നടത്തി. അപ്പം ഈ വർക്ക്ഷോപ്പ് ഈ ഒരു അവയർനെസ് നടത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു അവയർനെസ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരെ വളരെയധികം ഹെൽപ്ഫുള്ള് ചെയ്ത് അത് സഹായിച്ചു. അതുപോലെ തന്നെ അവിടെ സ്റ്റേറ്റ് ലെവൽ ഫെസ്റ്റിവൽസ് ഒക്കെ നടത്താനായിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഇനീഷ്യേറ്റീവ്സ് എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലോക്കൽ പീപ്പിളിൻ്റെ ആർട്സും ക്രാഫ്റ്റ്സിനും ഒക്കെ വളരെയായിട്ട് പ്രൊമോഷൻ ലഭിക്കുകയാണ് ഉണ്ടായത്. അവിടെയുള്ള നാച്ചുറൽ എൻഡോമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് വിസിറ്റേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ആയ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇന്ത്യയിലുള്ളവരുടെയും ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സ് അവിടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസ് ആക്കുകയാണ് ചെയ്തത്. അവിടെ നല്ല നാച്ചുറൽ എൻഡോമെൻറ്റ്സ് ഉള്ളത് കൊണ്ട്. ബാബ ബദ്രിനാഥ് ടെമ്പിൾ, സൂരജ് കുണ്ട്, മൈഥോൺ ഡാം, നൂറി മസ്ജിദ് എന്നിവയെല്ലാമാണ് അവിടെ വിസിറ്റേഴ്സ് ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന പ്ലേസസ് എന്ന് പറയുന്നത്. ബാംബു, വുഡ് ക്രാഫ്റ്റ്സ്, ട്രൈബൽ പെയിൻറ്റിങ്, സ്റ്റോൺ ക്രേവിംഗ് ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ എല്ലാം അവർ വളരെയധികം പ്രോമിനൻസ്, അതൊക്കെ അവർ ഭയങ്കരമായിട്ട് എൻറിച്ച് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ അവർ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് ചെയ്തത്. ഇനി എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലും ഇതുപോലെ തന്നെയായിരുന്നു. ഒരു കാലത്ത് റാഞ്ചി എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഹബ്ബായിരുന്നു. അത് പിന്നീട് അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ ഒരു റെപ്യൂട്ടേഷൻ അവർ പിന്നെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. ഇനി സ്പോർട്സിൻ്റെ കേസിലോട്ട് വരുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. അതായത് സ്പോർട്സിൻ്റെ കേസിൽ അവർക്ക് നാഷണൽ റെക്കഗ്നേഷൻ കിട്ടുകയാണ് ചെയ്തത്. അതായത് ഹോക്കി, ആർച്ചറി, ക്രിക്കറ്റ് എന്നിവയുള്ള ഗെയിംസിനൊക്കെ വളരെയധികം റെക്കഗ്നേഷൻ അവിടെ കൊടുത്തു. അതായത് നാഷണൽ ലെവലായിക്കോട്ടെ ഇൻ്റർനാഷണൽ ലെവലായിക്കോട്ടെ ഈ ഒരു ഗെയിംസിൻ്റെ കാര്യത്തിൽ അവർക്ക് വളരെയധികം ഉയർച്ചയാണ് ഉണ്ടായത്. സോ ഇതാണ് നമ്മുടെ പാസേജ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, the organization of archaeological workshop has helped to create awareness about arts and crafts, built heritage, bamboo and wood crafts, ഗെയിംസ് ആൻഡ് സ്പോർട്സ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ബിൽഡ് ഹെറിറ്റേജ്. അതായത് അവരുടെ തന്നെ ആ ഒരു ഹെറിറ്റേജിനെ പറ്റി അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കാനായിട്ടാണ് ഈ ആർക്കിയോളജിക്കൽ വർക്ക്ഷോപ്പ് നടത്തിയത്. അത് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്തു.
Next question. Jharkhand has become a favorite destination for visitors from India and abroad because of its അതായത് ജാർഖണ്ഡ് ഇന്ത്യയിൽ പുറത്തുള്ള വിസിറ്റേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയി. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോൺ ക്രേവിംഗ് ആക്ടിവിറ്റീസ്, മിനറൽ വെൽത്ത്, നാച്ചുറൽ അട്രാക്ഷൻസ്, സെൻട്രൽ ലൊക്കേഷൻസ്. ആൻസർ വരുന്നതാണ് നാച്ചുറൽ അട്രാക്ഷൻസ്. അതായത് അവിടെ നാച്ചുറൽ ആയിട്ട് തന്നെ അവിടെ കുറേ എൻഡോമെൻറ്റ്സ് ഉണ്ട്. ആ എൻഡോമെൻറ്റ്സ് ആണ് ഇന്ത്യക്ക് പുറത്തുള്ള വിസിറ്റേഴ്സിനെ അങ്ങോട്ടേക്ക് വളരെയധികമായിട്ട് ആകർഷിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ഫോർ എൻറിച്ച്മെൻറ്റ്. അതായത് ഇവരുടെ ആ ഒരു എൻറിച്ച്മെൻറ്റിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തിയ ഇനീഷ്യേറ്റീവ്സിൽ പെടാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാംബു ആൻഡ് വുഡ് ക്രാഫ്റ്റ്സ്, ട്രൈബൽ പെയിൻറ്റിങ്, സ്റ്റോൺ ക്രേവിങ്സ്, റോക്ക് പെയിൻറ്റിങ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. റോക്ക് പെയിൻറ്റിംഗ് ആണ്. ബാംബു ആൻഡ് വുഡ് ക്രാഫ്റ്റിനും ട്രൈബൽ പെയിൻറ്റിങ്ങിനും സ്റ്റോൺ ക്രേവിങ്സിനും ഒക്കെ വളരെയധികം പ്രൊമോഷനാണ് അവർ കൊടുത്തത്. പക്ഷേ റോക്ക് പെയിൻറ്റിങ് അവരുടെ ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ കീഴിൽ വരുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കോമ്പിനേഷൻ ഓഫ് സ്പോർട്സ് ഹാസ് ജാർഖണ്ഡ് ഗെയിൻഡ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻ. അതായത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും റെക്കഗ്നേഷൻ ലഭിച്ച ആ സ്പോർട്സ് സൈറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ്, ആർച്ചറി, ഹോക്കി, ക്രിക്കറ്റ്, ആർച്ചറി, ഷൂട്ടിങ്, ക്രിക്കറ്റ്, ആർച്ചറി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. ഏതാണ് ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ക്രിക്കറ്റിനും ആർച്ചറിക്കും ഹോക്കിക്കുമാണ് ജാർഖണ്ഡിലുള്ളവർക്ക് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും റെക്കഗ്നേഷൻ ലഭിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സിറ്റി വാസ് വൺസ് കൺസിഡർഡ് ദ ഹബ് ഓഫ് എഡ്യൂക്കേഷൻ ജാർഖണ്ഡ്. അതായത് ജാർഖണ്ഡിലെ ഏത് സിറ്റിയാണ് ഹബ് ഓഫ് എഡ്യൂക്കേഷനായിട്ട് കരുതപ്പെട്ടിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിയോഗ, റാഞ്ചി, ജംഷഡ്പൂർ, കോഡ്രമ. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. റാഞ്ചിയാണ്. അതായത് റാഞ്ചി ആയിരുന്നു ഒരു കാലത്ത് അവരുടെ ഹബ് ഓഫ് എഡ്യൂക്കേഷനായിട്ട്, അതായത് വളരെ എഡ്യൂക്കേഷൻ്റെ പേരിൽ വളരെയധികം പ്രോമിനൻസ് കിട്ടിയ ഒരു സിറ്റി ആയിരുന്നു റാഞ്ചി എന്ന് പറയണത്. അതിനുശേഷം അത് ഫെയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ജാർഖണ്ഡ് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരുവാണ് ചെയ്തത്. സോ നമുക്കിന്ന് ഒരു ഈസി ആയിട്ടുള്ളൊരു പാസേജ് ആയിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാസേജ് ആയിരുന്നു. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ 2024 ഓഗസ്റ്റ് 22 നടത്തിയ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്